അസ്സലാമലൈക്കും. ഹായ് ഓൾ. നമുക്ക് തമ്മിൽ കണ്ടതുപോലെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഓട്സ് ഉണ്ടാക്കാം. അതിനാവശ്യം അത് വളരെ കുറഞ്ഞ ഐറ്റംസാണ്, ഒരുപാടൊന്നും വേണ്ട. ഇച്ചിരി ക്യാരറ്റ്, ക്യാപ്സിക്കം, ഇച്ചിരി സവാള, ഇച്ചിരി പച്ചമുളക്, ഇത്രയൊക്കെ ആവശ്യമുള്ളൂ. കറിവേപ്പില, അത് നമ്മുടെ അതിലനുസരിച്ചുള്ള പച്ചക്കറികളൊക്കെ നമുക്ക് എടുക്കാം കേട്ടോ. ഇല്ലാത്തവർ അതൊന്നും യൂസ് ചെയ്യേണ്ട. ചട്ടിയിലേക്ക് ഇച്ചിരി എണ്ണ ഒഴിക്കുക, അതിലേക്ക് കടുക് പൊട്ടിക്കുക കേട്ടോ. പിന്നെ ഓട്സ് വളരെ ബെനിഫിറ്റ്സ് ഉള്ളതാണ്, ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. എനിക്കറിയാവുന്ന ഗുണങ്ങൾ ഞാൻ പറഞ്ഞു തരാം. വീഡിയോ ലാസ്റ്റ് വരെ എല്ലാവരും കാണാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ കരിവേപ്പിലയും കടുകും ഇട്ട് പൊട്ടിച്ചു. അതിലേക്ക് നമുക്ക് സവാളയും ക്യാരറ്റും ക്യാപ്സിക്കും എല്ലാം കൂടെ ഇട്ട് വഴറ്റിയെടുക്കാം. ഓട്സിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഓട്സിൽ ധാരാളം ഗുണങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിൽ നാരുകൾ ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. ദഹനത്തിന് വളരെ നല്ലതാണ്. മാത്രമല്ല ഇത് ചീത്ത കൊളസ്ട്രോളിനെ റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കും. രക്തത്തിലെ പഞ്ചസാര അളവ് റെഡ്യൂസ് ചെയ്യും. അപ്പോൾ നമ്മൾ ഓട്സ് കുറച്ച് നനച്ച് വെച്ചോട്ടെ, പുട്ടിന് നനച്ച് വയ്ക്കുന്ന പോലെ. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. അതിന് വേണ്ടി അല്ലെങ്കിൽ നമ്മൾ വെള്ളം ആഡ് ചെയ്യേണ്ടി വരും വേവിക്കാൻ. ഇതാകുമ്പോൾ നമുക്ക് വെള്ളമൊന്നും ആഡ് ചെയ്യണ്ട. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഓട്സാണ്, കുക്ക് ചെയ്ത ഓട്സാണ്. അതുകൊണ്ട് ഒരുപാട് നേരമൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ച് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മളെ എനർജറ്റിക് ആക്കി നിർത്താൻ ഓട്സിന് കഴിവുണ്ട്. നമുക്ക് ഒരു ദിവസം മുഴുവൻ നമുക്ക് ഉന്മേഷമായിട്ടിരിക്കാൻ കഴിയും ഓട്സ് യൂസ് കഴിച്ചാൽ നല്ല ഹെൽത്തിയാണ്. പിന്നെ അതിലേക്ക് ഞാനൊരു മുട്ട ഇച്ചിരി ആഡ് ചെയ്തു. നമുക്ക് ചിക്കനോ മീനോ എന്താണോ നമുക്ക് ആവശ്യം അത് ഇട്ട് ആഡ് ചെയ്ത് നമുക്കത് ടേസ്റ്റ് കൂട്ടിയെടുക്കാം കേട്ടോ. എന്നാലും നമ്മൾ സേമിയ ഉപ്പുമാവിലും നമ്മൾ മുട്ടയാണ് യൂസ് ചെയ്തത്. അതിൽ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് മീനും ഇറച്ചി എന്താണോ നമുക്കുള്ളത് അത് വെച്ച് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഞാൻ ഇച്ചിരി ചില്ലി ഫ്ലേക്സാണ് ആഡ് ചെയ്തത്. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഇച്ചിരി വെജിറ്റബിൾസ് സോട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. പിന്നെ ഇച്ചിരി നെയ്യ് ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്ന നെയ്യാണ് കാണിച്ചത്. മറ്റേ മിൽക്ക് മിസ്റ്റിയുടെ നെയ്യും സാധനങ്ങളൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പ്രൊമോഷൻ അല്ല കേട്ടോ. എനിക്ക് പേഴ്സണലി ഇതിൻ്റെ ടേസ്റ്റ് വളരെ ഇഷ്ടമാണ്. പാലായാലും എന്തായാലും എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അതേ ഉപ്പുമാവ് റെഡി. ഇത്തിരി അടച്ചു വയ്ക്കുക, അത്രയേ ഉള്ളൂ. അതേസമയം നമ്മുടെ ചായ അടുപ്പത്തിരുന്ന് വേകുന്നുണ്ട് കേട്ടോ, തിളയ്ക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ ഇട്ടത് ഗ്രാമ്പുവാണ്. ഗ്രാമ്പുവിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ഈ ഓട്സിനുള്ള അതേ ബെനിഫിറ്റ്സ് ഒക്കെ തന്നെയാണ് ഈ ഗ്രാമ്പുവിനുള്ളത് കേട്ടോ. ഗ്രാമ്പിലും നമുക്ക് ആൻറ്റി ഓക്സിഡൻ്റ് ഒരുപാടുണ്ട് കേട്ടോ. അത് പിന്നെ ശരീരത്തിന് രോഗപ്രതിരോധന ശേഷി കൂട്ടും, ശരീരത്തിൽ നീർക്കെട്ടൊക്കെ കുറയ്ക്കാൻ സഹായിക്കും, പല്ലുവേദനയ്ക്കൊക്കെ വളരെ നല്ലതാണ്, രക്തത്തിലെ പഞ്ചസാര നിയന്ത്രിക്കും. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഇതിലുണ്ട്. അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്ത് നമ്മുടെ ശരീരത്തിലും നമ്മുടെ ബോഡിയിലൊക്കെ ഇത് എത്തുമ്പോൾ വളരെ നല്ലതാണ്. നമ്മുടെ നിത്യജീവിതത്തിൽ ആവശ്യമായ ഹെൽത്തി ആയിട്ടിരിക്കാനുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. ചായ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇച്ചിരി ഹെൽത്തി ആയിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ ശ്രമിക്കുക. വീഡിയോ അവസാനം വരെ എല്ലാവരും കാണാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുവാണെങ്കിൽ കാണുക. എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. എല്ലാവരും നമ്മുടെ ചാനലിനെ ഒന്ന് റീച്ചാക്കി സപ്പോർട്ട് ചെയ്ത് വിടുക. ഇവിടെ നമ്മുടെ ഓട്സും ഗ്രാമ്പൂ ചായയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഗ്രാമ്പൂ, ഏലയ്ക്ക അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിന് വളരെ അത്യാവശ്യമാണ്. എല്ലാവരും യൂസ് ചെയ്യുക. ഇതിൻ്റെ ടേസ്റ്റൊന്നും വലിയ ഇഷ്ടപ്പെടില്ല എങ്കിൽ പോലും ഇത് ഹെൽത്തിയാണ്, അതുകൊണ്ട് എല്ലാവരും യൂസ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.